ഹായ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ നിങ്ങള് ഷോർട്സിൽ കണ്ടില്ലായിരുന്നോ നമ്മളൊരു മൈക്രോവേവ് നോക്കിയ പോയതൊക്കെ? അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോർഫി റിച്ചാർഡ്സിന്റെ മൈക്രോവേവ് കൺവെൻഷൻ ആണ് വാങ്ങിച്ചത്. 27 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ളത്, 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അൺബോക്സിങ് ചെയ്താലോ? അപ്പൊ തുടങ്ങാം. അപ്പൊ അതിന് ആദ്യം തന്നെ ടൂളൊക്കെ എടുത്തിട്ടുണ്ട്. സഹായിയും എത്തിയിട്ടുണ്ട്. ഇനി ഒരു സഹായിയും കൂടെ ഉണ്ടേ, അറിഞ്ഞിട്ടില്ല, ഇപ്പൊ വരും. ആശാത്തി കൈമുറിയല്ലേ. അയ്യോ, മാറ്റിട്ടോ. ഇത് നമുക്ക് വെളിയിൽ എടുത്തിട്ട് നോക്കാമേ. അപ്പൊ അത് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല, നമ്മളെ ഹസ്ബൻഡിനെയും കൂടെ ഒന്ന് വിളിക്കാം കേട്ടാ. ശിവചേട്ടാ, ഒന്ന് ഇതെടുത്ത് വെളി വെച്ചേരോ. കവർ ഇതിനകത്തിട്ടോ. അകത്തിനിയും സാധനങ്ങളുണ്ട്. ഡോറിനകത്താണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇത് വാറണ്ടി കാർഡിന്റെ ഇതാണ്, വാറണ്ടി കാർഡിന്റെ. ഇത് റെസിപ്പി ബുക്കാണ്. ഇത് യൂസർ മാനുവൽ ആണ്. ഇത് യൂസർ മാനുവൽ ആണേ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതില്. പിന്നെ ഇതില് ഒരു 200ഓളം റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും, മെനു. അപ്പൊ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസും ഈ യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡെസേർട്ട്, ഫിഷ് കറി ഒക്കെ ഉണ്ട്, റൈസ് റെസിപ്പി ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാമേ. അടുത്തത് എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡാണ് വരുന്നത്. കേക്ക് ഒക്കെ ബേക്ക് ചെയ്യണമെങ്കിൽ കേക്ക് മോൾഡ് വെച്ചിട്ട് ഇത് ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്കിങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് പൊക്കത്തിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ, എനിക്ക് തോന്നുന്നു കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഇതിന്റെ പുറത്തായിരിക്കും വെക്കാൻ സാധ്യത. നമുക്ക് നോക്കാം കേട്ടാ. ഇപ്പൊ ഒരു സ്റ്റാൻഡ് ഇതാണ്. ആ പിച്ചാത്തേങ്ങ് മാറ്റിയത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ട്രേ ഉണ്ട് കേട്ടോ. അതിലും ഇതുപോലെ 3 സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ള ഒരു ട്രേ ആണ്. അതിന് ശേഷമാണ് അതിൽ വെക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. മൈക്രോവേവ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ആ ഫുഡിന്റെ ആ പാത്രത്തിലെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടി ഇത് കറങ്ങണമല്ലോ. അങ്ങനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടേൺ ടേബിൾ ആണിത്. ഇത് ഈ ടേൺ ടേബിൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ റിങ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിൽ ഇവിടെ കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ 3 ഇതുണ്ട്. അതേപോലെ അതിന്റെ ഉള്ളിലും ഉണ്ട്. അതനുസരിച്ച് അതിന്റെ ആ സ്ലോട്ട് നോക്കിയിട്ട് അതനുസരിച്ച് അങ്ങ് വെച്ചു കൊടുത്താൽ മതിയേ. കണ്ടോ, കണ്ടോ ഇങ്ങനെ കറങ്ങാൻ. ഇനി നമുക്ക് ഈ ഗ്രില്ല് ചെയ്യാനൊക്കെ ഇതേണ്ട ഈ ഗ്രില്ലിങ് ടേബിൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് 27 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ആഹാരം എന്തെങ്കിലുമൊക്കെ ഹീറ്റ് ചെയ്യുകയോ ചൂടാക്കുകയോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആ ഫുഡിന്റെ സ്മെല്ല് വരുമല്ലോ. ആ സ്മെല്ല് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിയോഡ്രൈസ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് അതൊന്ന് റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് നമ്മൾ വെച്ച ആ ഫുഡിന്റെ സ്മെല്ലെല്ലാം പോകും. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതിന്റെ സ്മെല്ല് ഇത് വരുന്നത്.
പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിലെ ചൈൽഡ് ലോക്ക് ഉണ്ട്. കണ്ടോ? അപ്പൊ കുട്ടികളുള്ളവർക്കും ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ചൈൽഡ് ലോക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന് എന്ത് ഇതിൽ തൊട്ടാലും ഇത് ഓൺ ആവുമോ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ വെച്ചിരിക്കുന്ന സെറ്റിങ്സ് മാറിപ്പോവോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് 1 മുതൽ 9 അതുപോലെ തന്നെ 0 ഇങ്ങനെ 9, 1, 10 ടെമ്പറേച്ചർ സെറ്റിങ്സ് ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് 120 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യാനായിട്ട് 2 ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ മൈക്രോവേവിൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും 3 ടൈപ്പാണ് ഉള്ളത്. മൈക്രോവേവ് സോളോ എന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ ജസ്റ്റ് നമുക്ക് ഹീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഫുഡൊക്കെ ബാക്കി വരുന്ന ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കത്തില്ല, ആ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെള്ളം പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് വാട്ടറി ആയിട്ടുള്ള സാധനങ്ങൾ ഹീറ്റ് ചെയ്യാനും ചൂടാക്കാനും നമുക്ക് ഉപയോഗിക്കാം. അതായത് ചായ ഇടാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാനോ ഒക്കെ നമുക്ക് ആ സോളോ ഉപയോഗിക്കാം. പക്ഷെ ഇതെന്ന് പറയുന്ന കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഗ്രില്ലും ചെയ്യാം, അതുപോലെ തന്നെ ചൂടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ബേക്കും ചെയ്യാം. 3ഉം കൂടെ ഉള്ളതാണ്. സാധാരണ വരുന്നതിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. പിന്നെ OTGയുടെ ആവശ്യം സാധാരണ ഹൗസ് ഹോൾഡ് വീടുകളിൽ ഉള്ളവർക്ക് OTGയുടെ ആവശ്യമില്ല. അതൊക്കെ ഈ കേക്ക് ഒക്കെ ബേക്ക് ചെയ്ത് വിൽക്കുന്ന ആ ഒരു ഇതിൽ വരുന്നവർക്ക് മാത്രമേ OTG ഒക്കെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒരു കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് കൺവെൻഷൻ അവൻ തന്നെയാണ് ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമുക്ക് 200ഓളം ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും ഇതില്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു റെസിപ്പി ബുക്ക് തന്നെ അവർ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഫി റിച്ചാർഡ്സ് മൈക്രോ അവൻസ് സ്മാർട്ട് ഐഡിയാസ് ഫോർ യുവർ ഹോം, ദ റെസിപ്പി ബുക്ക്. ഇതേ കണ്ടോ, കാണാമോ? അതില് റെസിപ്പി ബുക്ക് ഉണ്ട്. ഇതിൽ സൂപ്സ്, സ്റ്റാർട്ടേഴ്സ്, പിന്നെ മെയിൻ കോഴ്സ് ഐറ്റം ഉണ്ട്, പാസ്ത, റൈസ്, സാലഡ്സ്, ഡെസേർട്സ്, ഇതെല്ലാം കേട്ടോ. അതിന്റെ എല്ലാ റെസിപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് നോക്കാമേ. ഇതാണ്ട് ഈ യൂസർ മാനുവലിനകത്തും നമുക്ക് 200 റെസിപ്പീസ് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ഇതില് റെസിപ്പി കൊടുത്തിട്ടില്ലേ, അതിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ്, കറീസ്, മെയിൻ കോഴ്സ്, റൈസ്, നൂഡിൽസ്, കോണ്ടിനെന്റൽസ്, ഡിസേർട്സ്, പിന്നെ അക്കംപനിമെന്റ്സ്, അത്രയും ഐറ്റംസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് ചെയ്യാം. ഇതിലിപ്പോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്നാക്സിൽ വരുന്നതാണ് മസാല ടീ. അത് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, മസാല ടീ. അപ്പൊ അതിന് അവര് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുക, നമ്മൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള കപ്പിൽ വെക്കുക. ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടേ. അതിനുശേഷം നമ്മള് ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് 1 പ്രസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഇതാ കണ്ടോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് 1 BS1 ആണ് മസാല ടീ. അപ്പൊ നമ്മള് ഇവിടെ കാണിച്ചു. അപ്പൊ നമ്മൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്നാക്സ് എന്നുള്ള ഓപ്ഷൻ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പൊ BS1 എന്ന് വരും. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു സ്ക്രീനാണ്. അതായത് നമ്മൾ എത്ര സെൽഷ്യസ്, അതായത് നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണെന്നും ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണെന്നും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ മെനു ആണിത്. ഡിസ്പ്ലേ ബാർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ കാണിക്കും BS1 എന്ന്. നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ BS5 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ BS5. അതിന് പൊട്ടറ്റോ പോഹയില്ലേ, പോഹ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ അവൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ അത് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ അത് പ്രസ് ചെയ്യുമ്പോൾ അതിന് എത്ര ടെമ്പറേച്ചറിലാണോ അത് കുക്ക് ആവുന്ന അതനുസരിച്ച് ആ ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും. നമ്മൾ സാധന ഇൻഗ്രീഡിയൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വെച്ചു കൊടുത്താൽ മതിയാവും. ഇതേ കണ്ടോ, അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസ്, ഓരോ സാധനങ്ങളും, ഓരോ റെസിപ്പീസും ചെയ്യാനുള്ള നമ്പർ, അതിലുള്ള ആ ഒരു കോഡാണ് ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോന്നിന്റെയും ടെമ്പറേച്ചറും ഓരോന്നിന്റെയും ടൈമിങ്ങും നമ്മൾ പേഴ്സണലി അറിയണമെന്നില്ല. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈക്രോവേവിന് ആ ടെമ്പറേച്ചർ സെറ്റിംഗ്സിൽ പോയി ആ ടൈം സെറ്റിംഗിൽ വന്ന് അത് കുക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പൊ ഇനി ഇത് നമുക്ക്
കണക്ഷനൊക്കെ കൊടുക്കാം. കണക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്ത് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതിന്റെ പ്രൈസ് അറിയണമെന്ന് എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ. ഇത് 27 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് അവര് പറഞ്ഞത് 17,000 ആണ്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് പോയിട്ട് 15,000, 15,000 രൂപയ്ക്കാണ് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു EMI ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ വാങ്ങുന്ന ഏത് സ്ഥലമാണോ അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇതിനകത്ത് എല്ലാ പാത്രങ്ങളും, അത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ പാത്രങ്ങളും ഒന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ നമുക്ക് ഇതിലിപ്പോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പൊ പറ്റുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തേക്കാം. ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് വാങ്ങിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്, പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.